പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവേ, ജീവന്റെ അപ്പമായ അങ്ങയെ ഞങ്ങൾ ആരാധിച്ച് സൂചിച്ചു മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം അങ്ങ് തന്നെയാണെന്ന് ഏറ്റുപറഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വചനം വഴി സർവ്വം സൃഷ്ടിക്കപ്പെടുകയും സർവ്വതും ക്രമപ്പെടുത്തുകയും സർവരെയും വിശുദ്ധീകരിക്കുകയും ചെയ്ത വചനത്തിന്റെ അഗ്നി ഞങ്ങളുടെ മേലും പടർത്തണമേ. സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമായ യേശുവെ, ഞങ്ങൾ അങ്ങയെ ആരാധിച്ച് സ്തുതിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങിൽ കൂടെ അല്ലാതെ മറ്റാരും രക്ഷയില്ലെന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഫിലിപ്പോസിനെ ഷണ്ടന്റെ അരികിലേക്ക് അനയിച്ച കാരുണ്യവാനായ കർത്താവേ, വചനത്തോടുള്ള അവന്റെ താല്പര്യം മനസ്സിലാക്കി അത് വിശദീകരിച്ചു കൊടുക്കുവാൻ ഫിലിപ്പോസിനെ കൂട്ടിക്കൊണ്ടുവരികയും ഫിലിപ്പോസ് വിശദീകരിച്ചു കഴിയുമ്പോൾ അവന് ജ്ഞാനസ്നാനം സ്വീകരിക്കുവാനുള്ള ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. ഞങ്ങൾ ഓരോരുത്തരും രക്ഷയുടെ നിറവായി മാറുവാൻ, വചനം അറിഞ്ഞുകൂടാത്തവർക്ക് വചനം പറഞ്ഞു കൊടുക്കുക, വചനത്തിന്റെ ശക്തിയായി മാറുവാൻ തക്കവിധം അങ്ങയുടെ പ്രവചന അധികാരവും വചന വ്യാഖ്യാനപരവും വചന പ്രഘോഷണപരവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന രോഗികൾക്ക് സൗഖ്യം ലഭിക്കുവാനും വചനം വായിക്കുമ്പോൾ സകലത്തിന്മകൾ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് വിട്ടുപോകുവാനും രോഗികൾ സുഖപ്പെടുവാനും പൈശാചിക ശക്തികൾ അകന്നു പോകാനും ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും ലഭിക്കുവാനും അങ്ങ് ജീവന്റെ ഉറവിടമാണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ധൈര്യവും ശക്തിയും ദൗത്യവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം. ആ ശക്തി സമ്പൂർണമായിട്ടും ധൈര്യത്തോടുകൂടി പ്രഘോഷിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഭവനത്തിൽ വചനം വായിക്കുവാനും വചനം വഴി ഞങ്ങളുടെ ഭവനം വിശുദ്ധീകരിക്കപ്പെടുവാനും എല്ലാവിധത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കൊണ്ട് ദൈവകൃപാവരത്തിന്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന. അങ്ങയുടെ കൃപാവരത്തിന്റെ അഭിഷേകത്താൽ വചനത്തിന്റെ നിറവിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം.